ഇന്നിപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ഡ്യൂട്ടൺ LED-യുടെ ഏറ്റവും പുതിയ കിൻഫ്ര കാക്കനാടുള്ള ഏറ്റവും പുതിയ പ്ലാന്റിലാണ്. ഇവിടെ നമ്മൾ ഹൈബ്രിഡ് ഇൻവെർട്ടറിനെ വേറൊരു പ്രത്യേക രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ ഹൈബ്രിഡ് ഇൻവെർട്ടറും ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റവും വർക്ക് ചെയ്യിക്കുന്നത്. ഇവിടെ നമ്മൾ 2 അൽഗോരിതം വെച്ചാണ് ചെയ്യണത്. പീക്ക് ഷിഫ്റ്റിംഗ് ആൻഡ് പീക്ക് ഷേവിംഗ് അൽഗോരിതമാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ LT കണക്ഷനിൽ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ ഭയങ്കരമായിട്ടൊരു സേവിങ്സ് എടുക്കേണ്ട. കാരണം ഇവിടെ ജനറേറ്റർ ഇല്ല, UPS ഇല്ല. പിന്നെ HT കണക്ഷൻ്റെ വരുന്ന എനർജി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബില്ലിൽ വരുന്ന കോസ്റ്റ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇവിടെ നമ്മൾ ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ 300 കിലോവാട്ട് സ്റ്റോറേജും 2 80 കിലോവാട്ടിൻ്റെ ഹൈബ്രിഡ് ഇൻവെർട്ടറുമാണ്. അതിൻ്റെ കൂടുതൽ ടെക്നിക്കൽ സൈഡ് നമ്മുടെ ഡ്യൂട്ടൻ്റെ കൺസൾട്ടൻ്റായ ഡിനിസാറ് പറയുന്നതായിരിക്കും. ഞങ്ങൾ ഇത് ഇനീഷ്യലായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത സമയത്ത് നമുക്ക് ഇവിടുത്തെ ഒരു കണക്റ്റഡ് ലോഡ് നോക്കാണ്ട് ഒരു 250 കിലോവാട്ടോളം കണക്റ്റഡ് ലോഡ് വരുന്നുണ്ടായിരുന്നു. ഇത് 250 കിലോവാട്ട് നമ്മൾ കണക്റ്റഡ് ലോഡ് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കത് HT കണക്ഷനിലേക്ക് പോകണ്ടായിരുന്നു. HT കണക്ഷനിലേക്ക് പോകുന്ന സമയത്ത് അതിൻ്റെ HT മീറ്ററിങ് അതുപോലെ തന്നെ അതിൻ്റെ കോസ്റ്റിങ്ങും എല്ലാം നമ്മളൊരു ആദ്യം ഒരു കൊട്ടേഷൻ എടുത്തു. അങ്ങനെ ഒരു കൊട്ടേഷൻ എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് അതിൻ്റെ വരുന്ന കൊട്ടേഷൻ ഏകദേശം 1,60,00,000 രൂപയോളം നമുക്ക് ഇതിൻ്റെ അകത്ത് ഇലക്ട്രിഫിക്കേഷൻ്റെ ചാർജസ് മാത്രമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പ്ലസ് അഡീഷണൽ ആയിട്ട് നമുക്കൊരു ജനറേറ്റർ വേണമായിരുന്നു ഇതിന് ബാക്കപ്പ് കൊടുക്കാനായിട്ട്. പിന്നെ കുറേ ക്രിട്ടിക്കൽ മെഷീൻസ് ഉണ്ടായിരുന്നു. നമുക്ക് പിക്ക് ആൻഡ് പ്ലേസ് മെഷീൻസ് അങ്ങനെയുള്ള കുറേ ക്രിട്ടിക്കൽ മെഷീൻസ് ഉണ്ടായിരുന്നു. അത് ഏകദേശം ഒരു 10 കിലോവാട്ടോളം UPS സപ്പോർട്ടോടുകൂടി വർക്ക് ചെയ്യണം. അത് ബാറ്ററി ബാക്കപ്പ് ഓൾറെഡി അതിന് വേണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നോക്കി കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു ടൈമിലാണ് നമ്മളിത് ഇങ്ങനെ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു ഫീസിബിലിറ്റി സ്റ്റഡി ചെയ്യും. അപ്പോൾ ഈ ഒരു സിസ്റ്റം ഫീസിബിലിറ്റി സ്റ്റഡി ചെയ്തപ്പോൾ നമുക്ക് കിനെസ്കോ ആയിട്ട് നമ്മൾ ഇതിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമുക്ക് കിനെസ്കോ ആയതുകൊണ്ട് നമുക്ക് ഒരു ഓപ്ഷൻ ഉള്ളത് അപ് ടു 200 കിലോവാട്ട് വരെ കണക്റ്റഡ് ലോഡ് ഉണ്ടെങ്കിലും നമുക്ക് LT കണക്ഷൻ നമുക്ക് ഇവിടെ കിട്ടും. ഡൈവേഴ്സിഫിക്കേഷൻ ഫാക്ടർ 2 എന്നുള്ളൊരു രീതിയിൽ നമുക്ക് HT കണക്ഷൻ കിട്ടുമായിരുന്നു. അപ്പോൾ LT കണക്ഷനിലേക്ക് നമുക്ക് അപ്പോൾ ഓപ്റ്റ് ചെയ്യാം. പക്ഷേ LT ഒരു ക്രൈറ്റീരിയ ഉണ്ടായിരുന്നു. ഒരു കാരണവശാലും 100 കിലോവാട്ടിൽ കൂടുതൽ കണക്റ്റഡ് ലോഡ് കയറി വരാൻ പാടില്ല. 100 കിലോവാട്ടിൽ കൂടുതൽ കണക്റ്റഡ് ലോഡ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫിക്സഡ് ചാർജസ് 450 രൂപയായിട്ട് മാറും. ഇപ്പോൾ എത്രയാണ് ഫിക്സഡ് ചാർജ് വരുന്നത്? ഇപ്പോൾ LT ആയതുകൊണ്ട് നമുക്ക് 180 രൂപയാണ് ഫിക്സഡ് ചാർജസ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ സിസ്റ്റം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 1,00,000 രൂപയോളം ഫിക്സഡ് ചാർജസ്. നമുക്ക് 200 കിലോവാട്ടിന് ഏതാണ്ട് 200 കിലോവാട്ട് ഇൻറ്റു ഏതാണ്ട് ഒരു 500 രൂപയോളം നമുക്ക് ഇതിൻ്റെ ഏതാണ്ട് ഒരു 1,00,000 രൂപ ഫിക്സഡ് ചാർജസ് വരുമായിരുന്നു. പിന്നെ അതിൻ്റെ ആ ഫിക്സഡ് ചാർജസിൻ്റെ ഡ്യൂട്ടിയും വരുമായിരുന്നു. 10%ഓളം ഡ്യൂട്ടി ഉണ്ട്. അങ്ങനെ 1,10,000 രൂപ നമുക്ക് ഡ്യൂട്ടി വരുമായിരുന്നു. ആ ഒരു കോസ്റ്റ് ടോട്ടലായിട്ട് നമുക്ക് ഇപ്പോൾ എത്ര ഫിക്സഡ് ചാർജ് വരും? ഇപ്പോൾ ഇതിൻ്റെ ഫിക്സഡ് ചാർജസ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്കൊരു പീക്ക് ഷേവിംഗ് അൽഗോരിതം ഇതിൻ്റെ ഓൾറെഡി ഇംപ്ലിമെൻറ്റഡ് ആണ്. അപ്പോൾ നമുക്കൊരു 70 കിലോവാട്ടിൽ കൂടുതൽ നമ്മൾ ഒരിക്കലും ലോഡ് എടുക്കുന്നില്ല. അപ്പോൾ 70 കിലോവാട്ടാണ് നമ്മുടെ മാക്സിമം ഡിമാൻഡ് ചാർജസ് വരുന്നത്. 70 കിലോവാട്ടിന് 70 × 180. അപ്പോൾ ഒരു 15,000 രൂപ ഫിക്സഡ് ചാർജിൽ 1,00,000 രൂപ ഫിക്സഡ് ചാർജ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ 15,000 രൂപ 95,000 ഫിക്സഡ് ചാർജസിൽ എവരി മന്ത് സേവിങ്സ് ആണ്. എവരി മന്ത്സിൽ നമുക്ക് ഈ പറയുന്ന സേവിങ്സ് ഉണ്ട്. പിന്നെ രണ്ടാമതും കിട്ടിയ സേവിങ്സ് ആണ്ട് ഒരു ജനറേറ്ററിന്റെ സേവിങ്സ് ഏതാണ്ട് ഒരു 25 ലക്ഷം രൂപയാണ് ജനറേറ്ററിന്റെ ഇനിഷ്യൽ കോസ്റ്റ്. പ്ലസ് ഇൻസ്റ്റലേഷൻ ചാർജസ്, അതിന്റെ എർത്തിങ്ങിന്റെ മെയിൻ്റനൻസിന്റെ ചാർജസ്, പിന്നെ ഒരു യൂണിറ്റ് പ്രൊഡക്ഷൻ ചെയ്യാനായിട്ട് 29 രൂപയുടെ ഡീസൽ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ പരിപാടി ആ 29 ലക്ഷം നമുക്ക് അതിൽ സേവിങ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഫുൾ സിസ്റ്റം സോളാർ ബാറ്ററി ബാക്കപ്പിലായിരിക്കും നമ്മുടെ സിസ്റ്റം. ഏതാണ്ട് ഒരു 75% ഓഫ് ദ ലോഡ് നമുക്ക് സോളാറിൽ വർക്ക് ചെയ്യും. ഒരു 20% ആണ് നമുക്കിപ്പോൾ 180 കിലോവാട്ട് നമുക്ക് പാനലുണ്ട്. 160 കിലോവാട്ടിൻ്റെ ഇൻവെർട്ടേഴ്സ് ഉണ്ട്. നമ്മുടെ ട്രാൻസ്ഫോമർ ഏതാണ്ട് 160 കിലോവാട്ടാണ്. അപ്പോൾ ഇത് എല്ലാവരും കൂടിയിട്ട് നമുക്ക് ഈവൻ 300 കിലോവാട്ട് വരെ നമുക്ക് നമ്മുടെ പ്രോജക്റ്റിൽ ടോട്ടൽ സേവിങ്സ് എത്ര ലക്ഷം രൂപ വന്നു? അപ്പോൾ നമ്മളിങ്ങനെ ചെയ്തായിരുന്നു നമ്മൾ നിങ്ങളുടെ സ്റ്റഡി റിപ്പോർട്ടിൽ ടോട്ടൽ പ്രോജക്ട്സിൽ നമുക്ക് വന്ന സേവിങ്സ് പറയുമ്പോൾ ഏതാണ്ട് 23 lakhs നമുക്ക് ജനറേറ്ററിൻ്റെ കോസ്റ്റിങ്ങിൽ വന്നു. 10 lakhs UPSന്റെ കോസ്റ്റിങ്ങിൽ വന്നു. 33 lakhs ആയി. നമുക്ക് വീണ്ടും HT നമ്മുടെ ഇലക്ട്രിഫിക്കേഷൻ്റെ ചാർജിൽ നിന്ന് പകരം LT ഇലക്ട്രിഫിക്കേഷനിലേക്ക് വന്നപ്പോഴത്തേക്കും നമുക്ക് ഏതാണ്ട് ഒരു 80 ലക്ഷം രൂപ to 90 ലക്ഷം രൂപയാണ് നമ്മുടെ ഇതിൻ്റെ ഇലക്ട്രിഫിക്കേഷൻ കോസ്റ്റ് വന്നുള്ളൂ. അപ്പോൾ 1,60,00,000 രൂപയെന്ന് നമുക്ക് അതിൽ തന്നെ ഒരു 60 ലക്ഷം രൂപയോളം നമുക്ക് സേവിങ്സ് കിട്ടി ഇലക്ട്രിഫിക്കേഷൻ ചാർജസിൽ തന്നെ. HTയുടെ ചാർജ് അപ്പോൾ HT മീറ്ററിങ്, HT കേബിളിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, RMU ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒഴിവായി. ഇവിടുത്തെ പ്രോജക്റ്റിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇവരുടെ സ്റ്റഡിയുടെ ഭാഗമായിട്ട് നമ്മളോട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറഞ്ഞതാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തതാണ്. ഇവർ ഒത്തിരി വർക്ക് ചെയ്തിട്ട്
ഒത്തിരി ഹോംവർക്ക് ചെയ്തിട്ടാണ് ഇതേപോലെ ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നത്. എന്തായാലും ഇവിടെ ജനറേറ്ററിൻ്റെ സേവിങ്സ്, UPSൻ്റെ സേവിങ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് വ്യത്യാസം വരുത്തും. പിന്നെ ഈ പീക്ക് ഷേവിങ് അൽഗോരിതം വെച്ച് ഫിക്സഡ് ചാർജിലും കോസ്റ്റ് വരും, പിന്നെ ജനറേറ്ററിൻ്റെ ഡീസൽ കോസ്റ്റ്. അപ്പോൾ ഒരു നമ്മുടെ ഒരു പുതിയ പ്ലാന്റോ അല്ലെങ്കിൽ അങ്ങനെ ഇൻഡസ്ട്രിയൊക്കെ തുടങ്ങാനവർക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു സൊല്യൂഷനാണ് ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുക എന്നുള്ളത്. ഇതിൽ ഞങ്ങൾക്ക് ശരിക്കും ഏതാണ്ട് 2 കോടി രൂപയോളം സ്റ്റീൽ കണക്ഷൻ വരേണ്ട സാധനം SCയും ജനറേറ്ററും UPSും കൂടിയിട്ട് വരേണ്ടതാണ്. ഏതാണ്ട് 160 SCയുടെ ചാർജും ഏതാണ്ട് 40 രൂപയോളം ജനറേറ്ററിൻ്റെയും UPSൻ്റെയും കോസ്റ്റ് വരുന്നുണ്ടാണ്. ആ 2 കോടിയുടെ സ്ഥാനത്ത് ഇപ്പോൾ നമുക്ക് ഈ സിസ്റ്റത്തിൻ്റെ കോസ്റ്റ് വന്നിരിക്കുന്നത് 1 കോടി 20 ലക്ഷം രൂപയാണ് നമുക്ക് ഈ സിസ്റ്റത്തിൻ്റെ കോസ്റ്റ് വിത്ത് സോളാർ 1 കോടി 20 ലക്ഷം രൂപയാണ് വിത്ത് സോളാർ നമുക്ക് വന്നിരിക്കുന്നത്. പ്ലസ് നമ്മുടെ ഇലക്ട്രിഫിക്കേഷൻ ചാർജ് 80 ലക്ഷം രൂപ. ദാറ്റ് മീൻസ് നമുക്ക് നേരത്തെ 2 കോടി ആവേണ്ട സാധനം ഈ സാധനം അടക്കം ഏതാണ്ട് 2 കോടി രൂപയ്ക്ക് നമുക്ക് തീർന്നു. ഇപ്പോൾ ഈ ബസ് സിസ്റ്റം അടക്കം 2 കോടി രൂപയ്ക്ക് നമുക്ക് ഇവിടെ തീർന്നു കിട്ടി. പിന്നെ അഡീഷണൽ ആയിട്ടൊരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്ലി ഫിക്സഡ് ചാർജസിൽ 1 ലക്ഷം രൂപയുടെ ഡിഫറൻസ് കിട്ടും. ഒരു കൊല്ലം അത് 12 ലക്ഷം രൂപ കിട്ടും. ജനറേറ്ററിൻ്റെ ഡീസൽ ചാർജസും എങ്ങനെ പോയാലും ഒരു 5000 രൂപ തൊട്ട് 10000 രൂപയുടെ ഡീസൽ എക്സ്പെൻസ് ഏറ്റവും മിനിമം നമുക്ക് എക്സ്പെക്ട് ചെയ്യാമായിരുന്നു. അതൊരു കൊല്ലം ഏതാണ്ട് 1 ലക്ഷം രൂപയുടെ ഇത് കൂടുതൽ ജനറേറ്ററിൻ്റെ കോസ്റ്റിൽ കിട്ടും. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ ആവറേജ് എനിക്ക് തോന്നുന്നു ഒരു 4.5 യൂണിറ്റ് വരെയൊക്കെ നമുക്ക് പ്രൊഡക്ഷൻ ആവറേജ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ 4.5 യൂണിറ്റ് പ്രൊഡക്ഷൻ ആവറേജ് 200 കിലോ വാട്ടിൽ നമുക്ക് കിട്ടുമ്പോൾ ഏകദേശം ഏതാണ്ട് 800 യൂണിറ്റിൻ്റെ അടുത്തുള്ള ഡെയിലി നമുക്ക് എനർജി കോസ്റ്റിങ്ങിൽ സേവിങ്സ് വരുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെ പവർ ഫെയിലിയർ ഇല്ല, ഫുള്ളി ഇൻഡിപെൻഡൻറ്റ് സിസ്റ്റം ആണ് എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ള സമയത്ത് മാത്രം KCBനെ ഡിപ്പെൻഡ് ചെയ്യും. ആവശ്യമുള്ള അപ്പോൾ നമുക്ക് എപ്പോഴാണ് നമുക്ക് ഒരു ഡെഫിഷ്യൻസി വരുന്നത്, ഒരു ക്ലൗഡി ഡേയ്സ് ആണ് അങ്ങനെയുള്ളൊരു കേസിലാണെങ്കിൽ നമ്മൾ ഇത് ചെയ്യും. ആ ഒരു ടൈമിൽ പോലെ നമ്മുടെ ഒരിക്കലും ഈ പീക്ക് 100ന് മുകളിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് പീക്ക് ഷേവിംഗ്. നമ്മളൊരു നോർമൽ ഇൻഡസ്ട്രി KCBയിൽ വർക്ക് ചെയ്തിട്ട് എങ്ങനെ ജനറേറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യണോ അതിന്റെ നേരെ റിവേഴ്സ് ആയി ഇവിടെ ബാറ്ററി സ്റ്റോറേജിൽ വർക്ക് ചെയ്യുക. എപ്പോഴാണോ ഇത് തന്നെ അന്നേരം ജനറേറ്ററിനെ ഡിപ്പെൻഡ്. ഇതിന്റെ ഒരു സിസ്റ്റത്തിൽ നമുക്ക് 220ഓളം കണക്റ്റഡ് ലോഡ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പല എക്യുപ്മെന്റ്, ഞങ്ങളുടെ ഹീറ്റർ എക്യുപ്മെന്റ്സ് പോലുള്ള ചില സാധനമുണ്ട്, റീഫ്ലോ ഓവൻ പോലുള്ള എക്യുപ്മെന്റ്സ് ഉണ്ട്. ഈ റീഫ്ലോ പോലുള്ള എക്യുപ്മെന്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്റ്റാർട്ടപ്പിൽ ഭയങ്കരമായിട്ട് കറണ്ട് കൂടുതൽ. അപ്പോൾ അതിൻ്റെ പക്ഷേ റണ്ണിങ് ആയി കഴിഞ്ഞാൽ സ്റ്റാർട്ടപ്പിൽ 40 കിലോ വാട്ട് എടുക്കുന്ന സാധനം റണ്ണിങ് ആയി കഴിഞ്ഞാൽ 9 കിലോ വാട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഈ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഒരു അരമണിക്കൂർ ടൈമിൽ കഴിഞ്ഞാൽ 40 കിലോ വാട്ട് ലോഡ് എടുക്കണം. ഈ ലോഡ് കയറിയിട്ട് ഡിമാൻഡിന് RMDയിൽ ഇത് ചെയ്യും. അപ്പോൾ ഈ RMDനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് ഫിക്സഡ് ചാർജസ് കൊടുക്കേണ്ടി വരും. ആ ഒരു സേവിങ്സ് ഇതിനകത്ത് ഭയങ്കരമാണ്. അത് ഏതൊരു ഇൻഡസ്ട്രിയിൽ എടുത്താലും നമ്മൾ സ്റ്റഡി ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ ഒരു സേവിങ്സ് ഭയങ്കര ഇൻഡസ്ട്രീസിലാണ് ഏറ്റവും വയബിൾ ആയിട്ട്. ഇപ്പം നമുക്ക് ഈ സിസ്റ്റം ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റംസ് ഒക്കെ ഏറ്റവും കൂടുതൽ വയബിൾ ആവണം. നമുക്കൊരു 6 to 10 അങ്ങനെ നൈറ്റും കൂടെ വർക്ക് ചെയ്യണ ഇൻഡസ്ട്രീസിൽ ഇത് വളരെ എഫക്റ്റീവാണ്. കാരണം നമ്മുടെ ഒരു ഇലക്ട്രിസിറ്റി ബില്ലിൽ നല്ലൊരു വ്യത്യാസം വരുത്താൻ പറ്റും. അപ്പോൾ ഇവിടെ ഇവർ പ്രത്യേകം അങ്ങനെ ഒരു പ്രത്യേകത തന്നെ. നമുക്ക് 6 to 10 നമുക്ക് ഈ യൂണിറ്റ് വർക്ക് ചെയ്യുന്നത്. 6 to 10 ഈ യൂണിറ്റ് നമുക്കിപ്പോൾ രാവിലെ തൊട്ട് വർക്ക് ചെയ്യും. നൈറ്റ് ഷിഫ്റ്റ് നമ്മൾ ഒരു 9 മണി വരെയൊക്കെ വർക്ക് ചെയ്യും. 9 മണി 10 മണി വരെയൊക്കെ നൈറ്റ് ഷിഫ്റ്റ് വർക്ക് ചെയ്യും. അപ്പോൾ നൈറ്റ് ഷിഫ്റ്റിൽ നമുക്ക് ശരിക്കും 1.5 ടൈംസ് ആണ് ഇലക്ട്രിസിറ്റി ചാർജസ് വരുന്നത്. ആ സമയത്ത് ബാറ്ററി ബാക്കപ്പ് 100% ബാറ്ററി. ചുരുക്കി പറഞ്ഞാൽ രാവിലെ സോളാറിൽ നിന്ന് ഫുൾ സിസ്റ്റം ചെയ്തിട്ട് രാത്രി പീക്ക് ലോഡ് അവേഴ്സിൽ നമുക്ക് ബാറ്ററി സിസ്റ്റത്തിൽ നിന്നും ബാക്കപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇൻ എഫക്റ്റിൽ KCBനെ ഡിപ്പെൻഡ് ചെയ്യാണ്ടാണ് ഷേവിങ്ങിന്റെ ഇത് കിട്ടും, ഷിഫ്റ്റിംഗ് കിട്ടും. 2 അൽഗോരിതത്തിന്റെ ബെനിഫിറ്റ്സ് കിട്ടും. ഇതിന്റെ ഒരു പേ ബാക്ക് ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താണ്ട് 38 to 42 മന്ത്സിൽ നമുക്ക് ഇതിന്റെ പേ ബാക്ക് കിട്ടും. ഒരു 3 വർഷം കൊണ്ട് നമുക്ക് പേ ബാക്ക് കിട്ടും. എസ്പെഷ്യലി ഈ പ്രോജക്റ്റിൽ അതിന്റെ ലോഡ് ഡൈവേഴ്സിഫിക്കേഷൻ ഫാക്ടറും അതുപോലെ തന്നെ ഇവിടുത്തെ കെനസ്കോയുടെ റൂൾസും ഒക്കെ ഉണ്ട്. നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിന്റെ പെർമിഷൻ ഒരു 3 വർഷം കൊണ്ട് നമുക്ക് മുടക്കിയ മുതൽ ഫുള്ള് നമുക്ക് തിരിച്ചു കിട്ടാൻ പറ്റും. അതാണ് ഇപ്പൊ പുതിയ ഇൻഡസ്ട്രീസ് തുടങ്ങുന്നവർക്കൊക്കെ ബാറ്ററി സ്റ്റോറേജ് ഇപ്പോൾ റൂൾസ് ഒക്കെ മാറി വരുവാണ്, ഇതൊക്കെ നിർബന്ധമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ സിസ്റ്റംസ് ആയിരിക്കും ഇനി അടുത്ത ഫ്യൂച്ചറിൽ എന്തായാലും വരാൻ പോകുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഈവൻ ഒരു ജനറേറ്റർ കണക്ട് ചെയ്യണമെങ്കിൽ പോലും ഇപ്പോൾ നമുക്ക് പ്രൊവിഷൻ ഉണ്ട്. ഒരു ഓട്ടോമാറ്റിക് ചേഞ്ച് ഓവർ സ്വിച്ചസിൻ്റെ ആവശ്യമില്ല. ഒരു ജനറേറ്റർ കണക്ട് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ജനറേറ്റർ പോർട്ടിൽ നമുക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ജനറേറ്ററിന് ഓട്ടോമാറ്റിക്കായിട്ട് ഈ സിസ്റ്റം ഹൈബ്രിഡ് ഇൻവെർട്ടർ കൺട്രോൾ ചെയ്യും. അത് സ്റ്റാർട്ട് ചെയ്യലും അത് എത്ര % ഓഫ് ലോഡിൽ വർക്ക് ചെയ്യണം, അതിൽ നിന്ന് എത്ര ഡ്രോ ചെയ്യണം, ഇതെല്ലാം ഇത് ചെയ്യും. അതുപോലെ തന്നെ ഇത് വർക്ക് ചെയ്യുന്നത് 0 എക്സ്പോർട്ട് മോഡിലാണ്. നമ്മൾ KCBയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നില്ല. എന്നാൽ KCBന്ന് ഷെയർഡും നമ്മുടെ ഒരു ഡെഫിഷ്യൻസി വന്നാൽ അത് ലോഡ് എടുക്കുക. 0 എക്സ്പോർട്ട് CP എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്.
ആവശ്യം വരുമ്പോൾ മാത്രം KCB നിന്ന് എടുക്കുന്ന ആവശ്യം രീതി. വരുന്നത് നമുക്ക് എപ്പോഴാണ് ഒരു ഡെഫിഷ്യൻസി വരുന്നത് ആ സമയത്ത് മാത്രമാണ് നമ്മൾ KCBനെ ഡിപ്പെൻഡ് ചെയ്യുക.